നിങ്ങൾ ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ആളാണോ അല്ലെങ്കിൽ സിനിമോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ആളാണോ? നിങ്ങൾ പല ഫോട്ടോഗ്രാഫേഴ്സിന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് ആരെങ്കിലും പ്രോപ്പറായിട്ട് എങ്ങനെ ഒരു ക്യാമറ പിടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞുതരാം. അയാം അലൻ വിക്രാന്ത് അടുത്ത റിലീസ് ചെയ്യാൻ പോകുന്ന ഗ്ലൂറ എന്ന മൾട്ടി ലാംഗ്വേജ് മൂവിയുടെ ഡയറക്ടറാണ്, സിനിമോട്ടോഗ്രാഫറാണ്. അപ്പോൾ ഞാൻ ഈ ക്യാമറ വെച്ചിട്ട് അവിടെ കാണിച്ചു തരാൻ വന്നത് ചെറിയൊരു ക്യാമറയാണ്, കോമ്പാക്ട് ക്യാമറയാണ്, പ്രൊഫഷണൽ ക്യാമറ അല്ല. പഠിക്കാനായിട്ട് ഇത് മതിയാവും. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ക്യാമറ നല്ല വിലപിടിപ്പുള്ള സാധനമാണ്, സേഫ് ചെയ്യാന്നുള്ളതാണ്. അതിനാണ് ഈ സ്ട്രാപ്പ് മിക്കവാറും യൂസ് ചെയ്യാറില്ല, കഴുത്തായിട്ടാണ് യൂസ് ചെയ്യേണ്ടത്, ചെയ്യാറില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കംഫർട്ടബിൾ പ്രശ്നമുണ്ടോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ കയ്യിൽ ഇങ്ങനെ ആക്കുക, ഇങ്ങനെ ഉടക്കിയെടുക്കാം. ഓക്കെ, അതപ്പോ എന്തായാലും വീണ് പോകില്ല. ഓക്കെ, നമ്മുടെ ക്യാമറ ഫസ്റ്റ് സേഫ് ചെയ്യാം. പിന്നെ റൈറ്റ് ഹാൻഡ് എങ്ങനെ പിടിക്കാമെന്നുള്ളതാണ്. റൈറ്റ് ഹാൻഡിൽ തള്ളവിരല് ഇതുണ്ടോ ഒരു ഏരിയ, തള്ളവിരൽ ഇവിടെ ഇങ്ങനെ പിടിക്കുക. ഇത് ചെറിയ ക്യാമറ ഉണ്ട്, ഏരിയ കുറവാണ്. വലിയ ക്യാമറകൾക്ക് നല്ല ഏരിയ ഉണ്ടാവും. ഓക്കെ, അതേപോലെ തന്നെ ബാക്കി നാല് വിരലുകൾ ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. ഇങ്ങനെ. ഓക്കെ, തള്ളവിരൽ ഇവിടെ, ബാക്കി 4 വിരൽ ഇവിടെ. അതേപോലെ തന്നെ തള്ളവിരൽ വെച്ചുകൊണ്ട് ഇവിടെ റിങ്സ് ഉണ്ടാവും, അപ്പറേച്ചർ ISO ഏതാണോ ഉള്ളത് ആ റിങ്സ് നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഈ ഒരു വിരൽ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? തള്ളവിരലിന് അടുത്തുള്ള വിരൽ വെച്ചുകൊണ്ട് ഇവിടെയും റിങ്സ് ഉണ്ടാവും, അപ്പറേച്ചർ ISO ഏതാണെന്ന് അറിയില്ല, ഓരോ ക്യാമറകൾക്ക് വ്യത്യാസം ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് അതനുസരിച്ച് അലൈൻ ചെയ്യാം. ഇത് നമുക്ക് യൂസ് ചെയ്യാം ഈ വിരൽ ഉപയോഗിച്ചുകൊണ്ട്. ഇതിനെന്ത് ചെയ്യാം? ഈ വിരൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഷട്ടർ ബട്ടൺ, അതായത് നമ്മുടെ ക്യാമറ ഫോട്ടോ എടുക്കുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പറ്റുക. ഓക്കെ, പിന്നെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് എങ്ങനെ യൂസ് ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം. ഈ 2 വിരലുകളാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യാം. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോക്കസ് ചെയ്യാനും അപ്പറേച്ചർ റിംഗ് അഡ്ജസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ, അതെങ്ങനെ പിടിക്കാന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും പിടിക്കുക കേട്ടോ, ഇങ്ങനെ. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഫോക്കസ് റിംഗ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പറേച്ചർ റിംഗ് ചില ക്യാമറ ഉണ്ടാവത്തില്ല, റിംഗ് ഉള്ള ക്യാമറ അപ്പറേച്ചർ റിംഗും അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയും പിടിക്കാം, ഇങ്ങനെയും പിടിക്കാം. വ്യൂ ഫൈൻഡർ നോക്കി ഫോട്ടോ എടുക്കാൻ അടി പിടിക്കുന്നതായിരിക്കും കംഫർട്ടബിലിറ്റി. ഓക്കെ, അപ്പൊ എന്താണ്? ഈ വിരലുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ റിംഗ് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ വിരൽ ആവശ്യാനുസരണം റിലീസ് ചെയ്തുകൊണ്ട് ഇവിടെ റിംഗ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് വെച്ച് തന്നെ ക്ലിക്കും ചെയ്യും. നമ്മൾ ഈ 2 വിരലുകൾ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് ഫോക്കസ് ആൻഡ് അപ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ പ്രോപ്പറായിട്ട് പിടിക്കുമ്പോൾ അറൌണ്ട് ഫ്രണ്ട് ലുക്ക് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക കേട്ടോ. ഇങ്ങനെ ഈ വിരലോട് വെക്കാനുള്ള സ്പേസ് ഇതിനകത്ത് കുറവ്, അതുകൊണ്ട് കേട്ടോ. ഇതിങ്ങനെ റിലീസ് ആയി നിൽക്കും, ഷട്ടർ ചെയ്യാനും റിംഗ് അഡ്ജസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട്. ഓക്കെ, ബാക്ക് ലുക്ക് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇവിടെ റിംഗ്സ് ഉണ്ടാവും, ഈ ഭാഗത്തൊക്കെ റിംഗ്സ് ഉണ്ടാവും വലിയ വലിയ ക്യാമറകൾക്ക്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സിനിമയെ സ്നേഹിക്കുന്ന, ക്യാമറയെ സ്നേഹിക്കുന്ന ഫ്രണ്ടിന് അയച്ചു കൊടുക്കുക. അതേപോലെ തന്നെ കൂടുതൽ ഫിലിം റിലേറ്റഡ് വീഡിയോസ് അല്ലെങ്കിൽ ക്യാമറ റിലേറ്റഡ് വീഡിയോസിനായിട്ട് അലൻ വിക്രാന്ത് എന്ന എന്റെ അക്കൗണ്ട് ഫോളോ ചെയ്യുക.